അടിപൊളി 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 ഐറ്റം. നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചിരിക്കേണ്ട ഒരു ഐറ്റം. പെൺകുട്ടികളായവരെല്ലാവരും വാങ്ങിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണിത്. പ്രത്യേകിച്ച് അപ്പർ ലിപ്സ് കാരണം കഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ഇരിക്കേണ്ട ഒരു സാധനമാണിത്. ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇത് വർക്ക് ആവുകയാണെങ്കിലും എന്നെ പോലെ ഈ പ്രശ്നം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് പറയാം. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട കേട്ടോ, അലമ്പാക്കിയിട്ടിരിക്കാം. സോ ഞാൻ വാങ്ങിയ സാധനം കാണിച്ചു തരാം. ഇതാണ് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെന്താന്നറിയോ, നമുക്ക് ത്രെഡ് ചെയ്യാനുള്ള. എന്നത് തുറന്ന് കാണിച്ചു തരാം. തുറക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ പോകുന്ന സാധനം. വർക്കാവൂന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് നമുക്ക് നോക്കാം. കാരണം ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നമുക്ക് അപ്പർ ലിപ്സ്, അവിടെ ഹെയർ, ചിന്നിലെ ഹെയർ, അങ്ങനെ ഭയങ്കര ഒരു നമ്മള് ഹെയറി ബോഡി ആയിട്ട് മാറും. സോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എപ്പോഴും എപ്പോഴും പാർലറിൽ പോകാൻ പറ്റില്ലല്ലോ, ഇവിടെ ഇത് കളയാനും അല്ലെങ്കിൽ ഇവിടത്തെ കളയാനും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ച സാധനമാണ്. എത്ര രൂപയായിന്ന് ഞാനിവിടെ എഴുതി കാണിക്കാം, എനിക്ക് ഓർമ്മ വരുന്നില്ല. വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇങ്ങനെ ഒരു കുഞ്ഞ് പെട്ടി കൂടിയും തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ എന്താണെന്നറിയോ, ഈ ത്രെഡ് ആണ്. ഈ ത്രെഡ് കണ്ടോ, ഈ ത്രെഡ് ഇങ്ങനത്തെ 1 2 3 4 5 6 6 കൂടിയും തന്നിട്ടുണ്ട്. അതായത് ഇതെങ്ങാനും ത്രെഡ് പൊട്ടി പോവുകയാണെങ്കിൽ, നമ്മൾ പാർലറിൽ ത്രെഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ത്രെഡ് പൊട്ടുന്നത്, അങ്ങനെ പൊട്ടുകയാണെങ്കിൽ പകരം ഇടാനായിട്ട് 6 കൂടി തന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് പൊട്ടിയാലും നമുക്ക് ഇങ്ങനത്തെ ത്രെഡ് വാങ്ങിച്ച് നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ തോന്നുന്നു എനിക്ക്, ഐ ഗസ്. സോ നമുക്ക് എന്തായാലും ട്രയൽ ചെയ്ത് നോക്കാം. കാശ് പോയോ ഇല്ലേ എന്നുള്ളത് നോക്കാം. ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെയാട്ടോ ഓപ്പൺ ചെയ്തതും ചെയ്യാൻ പോണതും. ഞാൻ ഇതിന്റെ വീഡിയോ കണ്ടു, മീഷോന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, അത്രേ ഉള്ളൂ. ഞാൻ വാങ്ങിച്ചു. ഞാൻ കുറെ ദിവസമായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. വാങ്ങണോ വാങ്ങണ്ടേ, പറ്റിക്കലാവോ വർക്കാവോ എന്നൊന്നും അറിയാത്ത കാരണം ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാനുണ്ടാവും, എനിക്ക് ഇവിടെ അപ്പർ ലിപ്സ് ഉണ്ട്. കാണുന്നുണ്ടോ? ഐ ഗസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. നമുക്ക് ചെയ്തു നോക്കാം. ഈ സൈഡ്, ഈ അടിഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗമാണ് നമ്മൾ ഹെയറിന്റെ അവിടെ വെക്കണ്ടേ. പോകുന്നുണ്ട്, താഴെ വീണു. കുറേശ്ശെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണോ ഹെയർ? താഴെ വീണു. സംഭവം ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമുക്ക് പാർലറിൽ പോയിട്ട് അവരെങ്ങനെ ചെയ്യുന്നത്, ഇവിടെ കടിച്ചു പിടിച്ച് ഇവിടെ പിടിച്ച് ഇങ്ങനെ ചെയ്യില്ലേ. അപ്പൊ ഇത് ഓൾറെഡി ഒക്കെ ഫിറ്റ് ചെയ്ത് കണ്ടോ, ആ ത്രെഡ് ഇങ്ങനെ വരും. ഇവിടെയാണ് നമുക്ക് പോകേണ്ട ഹെയർ ഏതാണോ അത് ഇവിടെയാണ് വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ അമർത്തുമ്പോ ഈ ഹെയർ ഇവിടെ നിന്ന് ഇങ്ങനെ ത്രെഡായി പോവാണ്. നമുക്ക് ചെയ്ത്, എനിക്ക് ചെയ്തെടുത്തോളം വെച്ച് എനിക്ക് സക്സസ് ആവുന്ന പോലെയാണ് തോന്നണേ. പിന്നെ മിററിൽ നോക്കാതെ ഇവിടെ ക്യാമറ നോക്കി ഫോണിൽ നോക്കി ചെയ്യുന്ന കാരണം എനിക്ക് അങ്ങോട്ട് ഒരു ഇത് കിട്ടുന്നില്ല. കണ്ണാടി പോയി നോക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആവും. സംഭവം വർക്കിംഗ് ആണ് കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കൂ, ഈ സൈഡ് ഫുൾ കഴിഞ്ഞു കേട്ടോ. സോ അപ്പർ ലിപ്സ് ചെയ്യാനായിട്ട് ഇത് പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ചിന്നിന്റെ അവിടെ ചെയ്ത് നോക്കാം. അതും ഇതുപോലെ തന്നെയാണ്. എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവും തോന്നണില്ല, ബട്ട് നമുക്ക് നോക്കാം.
ഐ തിങ്ക് പോയിട്ടോ, ചിന്നിന്റെ അവിടത്തെയും പോയിട്ടുണ്ട്. സോ അപ്പർ ലിപ്സ് ആൻഡ് ചിൻ, നമുക്ക് മെയിൻ ഈ ഗേൾസിന് എല്ലാവർക്കും പ്രശ്നമുള്ള പെട്ടെന്ന് വളരുന്നത് ഈ രണ്ട് സ്ഥലമാണല്ലോ. അവിടത്തേക്ക് ഇത് സൂപ്പറാണ്. നമുക്ക് ഇനി ഒന്ന് ത്രെഡ് ഐബ്രോസ് ഒന്ന് ചെയ്ത് നോക്കാം. അത് എത്രത്തോളം വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല. ബട്ട് അപ്പർ ലിപ്സ് ആൻഡ് ചിന്നിന് ഇത് സൂപ്പറാണ്. ഹെയർ കാണിച്ചരാന്ന് വിചാരിച്ചാലേ ഒന്നെങ്കിൽ ഇതിൽ കിട്ടി ഇങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും താഴെ വീഴും, അതല്ല വെച്ചാൽ അത് തെറിച്ചങ്ങ് പോവുക. അത് കാരണം കാണിക്കാൻ പറ്റുന്നില്ല. ബട്ട് സംഭവം സൂപ്പറാണ്. നന്നായിട്ട് പണി എന്തായാലും ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കണ്ണാടി നോക്കി ചെയ്യുകയാണെങ്കിൽ കണ്ണാടി നോക്കി ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ ഐബ്രോസ് എടുക്കല് എനിക്ക് അന്നും ഇന്നും ഒരു പേടി സ്വപ്നമാണ്. എനിക്ക് ഭയങ്കര വേദനയാണ്. വേദന മാത്രല്ല, എനിക്ക് ഭയങ്കര തുമ്മല് വരും കുറച്ചങ്ങ് ചെയ്യുമ്പോ. ഇവിടെയൊന്നും ചെയ്യുമ്പോഴല്ല, ഈ ഭാഗത്തൊക്കെ നമ്മൾ ചെയ്യില്ലേ, അവിടെ ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര തുമ്മലൊക്കെ വരും. ഇവിടുത്തെ ഹെയർ പോയി. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ബാക്കോട്ട് എടുത്ത് നോക്കിയാൽ കാണാം, എനിക്ക് ഇവിടെ മുഴുവൻ ഹെയർ ആയിരുന്നു, അത് ഇതാ പോയിട്ടുണ്ട്. കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാം. അടിപൊളി ആയിട്ട് കേട്ടോ. ഞാൻ ഇതില് 10ല് 10 മാർക്ക് ഇട്ടിരിക്കണം. കാരണം എന്നെ പോലെയുള്ളവർക്ക് 2 ആഴ്ച കൂടുമ്പോ അപ്പർ ലിപ്സും ചിഹ്നം വരുന്നവർക്ക് ലൈഫ് സേവർ ആണ്. സൂപ്പർ. മീഷോയിൽ നിന്നാണ് വാങ്ങിയ. ഞാൻ ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, കമന്റിലും പിൻ ചെയ്യാട്ടോ. കാരണം ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അറിയില്ല ഇതുപോലെ ഉപകാരമുള്ള വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എന്തായാലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇതിന്റെ കൂടെ 6 ത്രെഡ് കൂടി വരുന്നുണ്ടല്ലോ. ആ പെട്ടി ഞാൻ കാണിച്ചെന്നില്ലേ, അതുകൂടി കാണിച്ചത്. അതിൽ 6 ത്രെഡ് ഉണ്ട്. അപ്പൊ ഈ ത്രെഡ് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ത്രെഡ് നമുക്ക് ഫിറ്റ് ചെയ്യാം. എങ്ങനെയാണ് ത്രെഡ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ആ ബോക്സിലുണ്ട്. ഒരു മിനിറ്റ്. ഈ ബോക്സിലുണ്ട്. ഈ ബോക്സില് ഇവിടെ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ കേട്ടേണ്ടതെന്ന്. പിന്നെ ഇതിൽ മാത്രമല്ല, മീഷോയില് നമ്മളത് വാങ്ങുന്ന സമയത്ത് മീഷോയിലെ ഫോട്ടോസ് കൊടുക്കില്ലേ, അതിലും ഉണ്ട് ഹൗ ടു സംഭവം എങ്ങനെ കേട്ടണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം ത്രെഡ് പൊട്ടിക്കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല. കാരണം ഞാനിതിപ്പോ ചെയ്തോണ്ടിരിക്കുമ്പോ ത്രെഡ് പൊട്ടിയിരുന്നു. ഞാനിവിടെ എവിടെയോ ചിഹ്നം ചെയ്തോണ്ടിരിക്കുമ്പോ ത്രെഡ് പൊട്ടിയിരുന്നു. പക്ഷെ ഞാൻ ചെയ്തു, ആ 6 എണ്ണത്തിന്ന് ഒരെണ്ണം എടുത്ത് ഫിറ്റ് ചെയ്തു. പൊട്ടിയ ത്രെഡ് ഞാൻ കാണിച്ചു തരാം. ദാ ഈ ത്രെഡ് പൊട്ടി. പക്ഷെ പൊട്ടിന്ന് വിചാരിച്ച് നമുക്ക് പ്രശ്നമില്ല. കാരണം നമുക്ക് ഇങ്ങനത്തെ 6 ത്രെഡ് തന്നിട്ടുണ്ട്, അത് ഇതിൽ കൊടുത്താൽ മതി. ഇനി 6ഉം പൊട്ടിന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും കുഴപ്പമില്ല. നമ്മളിതാ ഈ മുത്തുണ്ടല്ലോ, വെള്ള മുത്ത്, ഇതെടുത്തു വെച്ചാൽ മതി. ഈ മുത്തിന്റെ 2 സൈഡിലും ഹോൾ ഉണ്ട്. ആ ഹോളിൽ കൂടെ ഇങ്ങനത്തെ ത്രെഡ് വാങ്ങാൻ കിട്ടും. 60 രൂപ എങ്ങനെ തോന്നുന്നു, എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിലാണ്, പൊട്ടിയാലും കുഴപ്പമില്ലാന്ന് വെച്ച് ഞാൻ ചെയ്തേ. അപ്പൊ ഈ ത്രെഡ് നമുക്ക് ഈ മണിയുടെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് കെട്ടിട്ടിട്ട് ലെങ്ത് നമുക്ക് കിട്ടുമല്ലോ. ഈ 6 എണ്ണം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതേ ലെങ്ത്തിന് ത്രെഡ് വെട്ടിയിട്ടാൽ മതി. അപ്പൊ ഇത് കുഴപ്പമുണ്ടാവില്ല. ഞാൻ വീണ്ടും പറയാണ്, ഇതിന് 10ന് 11 മാർക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാർലറിൽ പോകാനൊക്കെ മടിയുള്ളവരായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്നെ പോലെ പ്രശ്നമുള്ളവരായിക്കോട്ടെ, നിങ്ങൾ ഇത് എന്തായാലും വാങ്ങിച്ചോളൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 150 രൂപയെ പോവുള്ളൂ. ബട്ട് നിങ്ങൾക്ക് ഇത് നല്ല ഉപകാരപ്പെടും. ഞാനിതിന്റെ ലിങ്ക് കൊടുക്കാട്ടോ, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, കമന്റ് പിൻ ചെയ്തും വെക്കും. ഓക്കെ, ഇവിടുത്തെ ഹെയർ കണ്ടോ? ഇവിടുത്തെ ഹെയർ പോയി കണ്ടോ? ഈ വീഡിയോ ഒന്ന് തുടക്കത്തിലേക്ക് വന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഇവിടെ മുഴുവൻ ഹെയർ ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പൊ ഇവിടെ ക്ലീൻ ആയി. അതുപോലെ അപ്പർ ലിപ്സ് പോയി. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നുന്നു, എന്താ പറയാ, അഭിമാനം തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിത്തേല്. ഈവൻ നിങ്ങൾ വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും എനിക്കിത് സംഭവം ഉപകാരപ്പെട്ടു. സോ ഞാൻ പറഞ്ഞു, ലൈഫ് സേവറായി, ടൈം സേവറായി. സോ എനിക്ക് എന്നെ പറ്റി ആലോചിച്ചു ഒരു അഭിമാനം തോന്നുന്നു. അപ്പൊ മീഷോനെ പറ്റി ആലോചിച്ചു, ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. എവിടേക്കാണ് ചെയ്യേണ്ടത്?
ഇവിടെ ഹെയർ ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടും നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചിരിക്കേണ്ട ഒരു ഐറ്റം, പെൺകുട്ടികളായവരെല്ലാവരും വാങ്ങിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണിത്. പ്രത്യേകിച്ച് അപ്പർ ലിപ്സ്, കാരണം കഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ഇരിക്കേണ്ട ഒരു സാധനമാണിത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ 10ൽ 10 തന്നെ കൊടുത്തു. ഞാനിത് എത്ര ചെയ്യണ പറയുന്നു 10ൽ 10 കൊടുത്തു. എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാട്ടോ. കുറച്ചൊക്കെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്കും നമ്മൾ ആ കുഴപ്പമില്ല സാധനം എന്ന് പറഞ്ഞത്. ബട്ട് ഇത് അത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വീണ്ടും എടുത്ത് പറയുന്നത്. സൂപ്പർ സാധനമാണ്. നമ്മുടെ ഫേസിലുള്ള ബാക്കി സ്ഥലത്തെ ഒക്കെ കളയാൻ പറ്റും കേട്ടോ. സോ ഐ എം സ്ട്രോങ്ലി റെക്കമെൻഡിങ് ദിസ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണിത്. നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു നോക്കും. കാരണം നിങ്ങൾക്ക് അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാലോ. ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റും. 7 ദിവസമുണ്ട്. 7 ദിവസത്തിനകം റിട്ടേൺ ചെയ്താൽ മതി. മീഷോയിൽ നിന്നാണ്. ഞാനിത് വാങ്ങുമ്പോഴും എനിക്കിത് സക്സസ് ആവുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ഇതായിരുന്നു. ഞാൻ ആദ്യം തന്നെ നോക്കിയത് ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വാങ്ങിച്ചു നോക്കാം, സക്സസ് ആയില്ലെങ്കിൽ റിട്ടേൺ ചെയ്തേക്കാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ ഞാൻ നിങ്ങളോടും അത് തന്നെ പറയുള്ളൂ. നിങ്ങൾ വാങ്ങിച്ചു നോക്കൂ. എന്നിട്ട് വാങ്ങിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിയായില്ല, വർക്കൗട്ട് ആയില്ലെങ്കിൽ റിട്ടേൺ ചെയ്തോളൂ. വാങ്ങിച്ചു നോക്കണോണ്ട് നമുക്ക് തെറ്റില്ലല്ലോ. സോ നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചു നോക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഇതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യണം. അപ്പോ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇതുപോലെ അതിന്റെ ഓണസ്റ്റ് റിവ്യൂ, കള്ളം പറയില്ല, ഓണസ്റ്റ് റിവ്യൂ ഞാൻ രേഖപ്പെടുത്തുന്നതാണ്. കാരണം ഇത് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത്രേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻ കേസ് ഇത് സക്സസ് ആയില്ലെങ്കിലും അത് അതുപോലെ തന്നെ പറയണം. കാരണം നിങ്ങളോട് സത്യസന്ധമായി പറയണല്ലോ, വർക്കൗട്ട് ആയില്ലേ. അപ്പോ നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചു നോക്കൂ. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.